Hi friends, welcome back to our channel. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഒരു പ്ലിന്ത് വാൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്ലിന്ത് കൊടുത്തിട്ട് ബാക്കി സ്പേസ് ഒക്കെ നോക്കിയാൽ എർത്ത് ഫില്ലിങ്ങിൻ്റെ ഏരിയ ഒക്കെ നമുക്കിവിടെ ടി സ്പേസസ് ആയിട്ട് തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് ഫ്ലോറിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏത് ഫ്ലോറിനാണോ ഫ്ലോറിങ് വേണ്ടത് സെയിം ലെവലിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പം നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിനാണ് വേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മളെ ലെവൽ 2 ആണ്. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് ലെവൽ 2ലേക്ക് വരാം. നമ്മുടെ ലെവൽ 2 ഇതേപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമുക്ക് ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ബിൽഡിംഗ് എലമെൻറ്റ് ടൂളായ വാളും ഡോറും വിൻഡോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള ഓരോ ക്രിയേഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്. അതേപോലെ തന്നെ ബിൽഡിംഗ് എലമെൻറ്റ് ടൂളിലെ ഫ്ലോർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യുക. ഫ്ലോറിന് അണ്ടറിൽ നമുക്ക് 4 ടൈപ്സ് ഓഫ് ഫ്ലോർസ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ആർക്കിടെക്ചറൽ ഫ്ലോർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ആർക്കിടെക്ചർ ഫ്ലോർ എടുക്കുക. അപ്പം നമ്മളിവിടെ മോഡിഫൈ ക്രിയേറ്റ് ബൗണ്ടറി, മോഡിഫൈ ക്രിയേറ്റ് ഫ്ലോർ ബൗണ്ടറി എന്നുള്ള ഓപ്ഷൻ വന്നില്ല. അതേപോലെ ഓപ്ഷൻ ബാർസിലും നമുക്ക് ഒരു ഓപ്ഷൻ ഓഫ്സെറ്റ് എന്നുള്ളതും എക്സ്റ്റെൻഡ് ടു വാൾ എന്നുള്ളതും ടിക്ക് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ക്യാൻസൽ മോഡ് ഉണ്ട്, ഫിനിഷ് മോഡ് ഉണ്ട്, അതേപോലെ ബൗണ്ടറി ലൈൻ, സ്ലോപ്പ് ആരോ, സ്പാൻ ഡയറക്ഷൻ, അതേപോലെ കുറച്ച് ഡ്രോ ടൂൾസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഡ്രോ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോറ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മളിപ്പം ലൈൻ ടൂളോ റെക്റ്റാങ്കിൾ ടൂളോ എങ്ങനെയാണോ നമുക്ക് പ്രിഫറബിൾ ആയിട്ട് വരുന്നത് അതിനെടുക്കും. നമ്മളിപ്പോൾ ഒരു ലൈൻ ടൂൾ എടുത്ത് വരയ്ക്കുന്നത്. ഇപ്പോൾ ഫ്ലോർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഡോർ ഓപ്പണിങ് വന്ന ഈ ഏരിയയിലും കൂടി നമുക്ക് ഫ്ലോർ വരും. അപ്പോൾ നമ്മൾ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ടറിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നറിലേക്ക് വരുമ്പം വാള് കഴിഞ്ഞുള്ള ഇന്നർ ഫേസസിലേക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഔട്ടർ ഫേസസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് കംപ്ലീറ്റ് നമ്മളെ വീട്ടിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇന്നർ വാളിൽ കൂടി നമ്മൾ കൊടുക്കുന്നത്. ഓരോ ഇന്നർ വാളിലും കൂടി കൊടുക്കുന്നു. ഡോർ ഓപ്പണിങ്സിൽ കൂടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്പേസസിലേക്ക് പോകുന്നു. സാധാരണ നമ്മളിപ്പം ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഔട്ടറിലേക്ക് പോകുന്ന സെയിം അതേ മെത്തേഡ് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ എൻട്രൻസസിൽ കൂടിയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് നെക്സ്റ്റ് റൂമിലേക്ക് വരാം. ഇതേപോലെ എല്ലാ ഡോർ സ്പേസസിൽ കൂടിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ സ്ട്രെച്ചിൽ ഒറ്റ പ്രാവശ്യം തന്നെ ആദ്യത്തെ ക്രിയേഷനിൽ തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരേപോലെ ചെയ്യുന്ന സമയത്ത് വരുന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ സെയിം മെറ്റീരിയൽ ആയിരിക്കും വരാം. എല്ലാ സ്ഥലത്തും ഒരേ മെറ്റീരിയലാണ്. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫേസസും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഓരോ റൂം ഫേസസും നമ്മൾ സെപ്പറേറ്റ് എടുക്കുക. ഇനി അതല്ല നമുക്കിപ്പം വർക്ക് ഏരിയയിൽ വേറൊരു ടൈലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മാർബിൾ ഏതാണോ നമ്മൾ ഫ്ലോറിങ്ങിന് ഉദ്ദേശിക്കുന്നത് അതിൽ ഏതാണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ കിച്ചണിൽ വേറെയും അതേപോലെ ബാക്കി വരുന്ന സ്പേസസിലൊക്കെ നമുക്ക് സെയിം ഒന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കിച്ചൺ വെച്ചിട്ട് ബാക്കി വരുന്ന ഫേസസൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുക. ഒരേ മെറ്റീരിയൽ വരുന്ന ഏരിയ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് വരുന്നത് സെപ്പറേറ്റും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് എല്ലാ ഏരിയയും നമ്മളിപ്പോൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളൊന്ന് ക്യാൻസൽ മോഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോകും. ഫിനിഷ് മോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ്, ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. വുഡ് യു ലൈക്ക് വാൾ ദാറ്റ് ഗോ അപ്പ് ടു ദിസ് ഫ്ലോർസ് ലെവൽ 2 അറ്റാച്ച് ടു ഇറ്റ്സ് ബോട്ടം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫ്ലോർ എന്ന് പറയുന്നത് ബോട്ടം ലെവലായിട്ട് അറ്റാച്ച്ഡ് ആവണോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് അറ്റാച്ച്മെൻറ്റിൻ്റെ ആവശ്യമില്ല, സോ നോ കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് 3D വ്യൂയിലേക്ക് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ സ്ഥലത്തും നമുക്ക് ഫ്ലോറിങ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഫ്ലോർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് നമ്മൾ വാളിൻ്റെ കേസസിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഫ്ലോറിന് നെയിമും കൊടുത്തു, എന്നിട്ട് ഓക്കെ ചെയ്യുന്നു.
ഇനി നമ്മൾ സ്ട്രക്ചർ എഡിറ്റിലേക്ക് വന്നിട്ട് ഫ്ലോർ തിക്നെസ് എത്രയാണോ നമുക്ക് ഫ്ലോർ തിക്നെസ് വേണ്ടത് അത്രയും ഫ്ലോർ തിക്നെസ് കൊടുക്കാം. നമുക്കൊരു 5 ഒക്കെയാണ് നമ്മൾ ഫ്ലോർ തിക്നെസ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 5 കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓക്കെ ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ തന്നെ നമ്മൾ എഡിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മളിപ്പം ഔട്ടർ ലൈൻസോട് കൂടിയല്ലേ എടുത്തത്. ഇനി ഇതിൽ നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ മെറ്റീരിയൽ കൊടുക്കുമ്പം ഇവിടെ മിസ്സിങ്സ്, അതായത് രണ്ട് മെറ്റീരിയലുകൾ തമ്മിൽ മിക്സിങ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പ്രോപ്പർട്ടീസിൽ ഹൈറ്റ് ഓഫ്സെറ്റ് ഫ്രം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 0.02 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കുന്നു. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മോഡിഫൈ ഫ്ലോറിൻ്റെ ഇവിടെ എഡിറ്റ് ബൗണ്ടറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ബൗണ്ടറിയിലേക്ക് വരാം. എന്നിട്ട് ജസ്റ്റ് ഈ ഔട്ടറിലുള്ള ലൈൻസ് എടുക്കുക. ഇതെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 127 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതിന് 127.1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുന്നു. 127.1 എന്നുള്ള ഒരു വാല്യൂ കൊടുത്തു. ജസ്റ്റ് കുറച്ചൊന്ന് നമ്മൾ ഇന്നറിലേക്ക് എടുക്കുന്നതാണ്. ഇതേപോലെ ഇതും സെലക്ട് ചെയ്തു. 20 എന്നുള്ളതിന് 19.9 കൊടുത്തു, എൻ്റർ ചെയ്തു. മെറ്റീരിയൽ മിക്സിങ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് അറ്റാച്ച് ആവേണ്ടാത്തതുകൊണ്ട് നോ തന്നെ ഇവിടെയും നമ്മൾ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മിക്സിങ്സ് നമുക്ക് വരില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇതേപോലുള്ള സെറ്റിങ്സ് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്ത് വെച്ചത്. ഇങ്ങനെയാണ് നോർമലി നമ്മളൊരു ഫ്ലോറ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലോർ എന്നുള്ള ബിൽഡിംഗ് എലമെൻറ്റ് ടൂൾ എടുത്തിട്ട് ഫ്ലോറിൽ ആർക്കിടെക്ചർ ഫ്ലോർ എടുത്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് സിംഗിളി ഒരു റൂമിന് മാത്രം ഫ്ലോറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോർ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് ഓരോ റൂംസിനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോറിങ്സിൽ നമുക്ക് ഏത് ഓപ്ഷൻസിലാണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യും. ഇപ്പം ഈ ഒരു റൂം ഫേസസിന് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, ഫിനിഷ് ചെയ്യുക, നോ കൊടുക്കുക. ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഇല്ലത് ഡിലീറ്റ് ചെയ്തത് കൊണ്ട് ഇപ്പം നോക്കിയാൽ ഈ ഒരു റൂം ഫേസിന് മാത്രമായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഫ്ലോറ് ക്രിയേറ്റ് ആയിട്ട് വന്നു. ഇനി അതല്ല നമുക്ക് ഒരേ സൈഡ്സിൽ വരുന്നത് നമുക്കിപ്പം ഈ ഏരിയയിൽ ഈ രണ്ട് ഏരിയയിലായിട്ട് ഈ ഹാളിലും ഇവിടെ വരുന്ന ഈ ഒരു ചെറിയൊരു പോർഷൻസും ഒരുമിച്ച് സെയിം ഒരേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻസ് യൂസ് ചെയ്തിട്ട് ഈ ഏരിയ നമ്മൾ കവർ ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. ഇവിടെ കട്ടിങ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഏരിയയിൽ ലൈൻ ടൂളാണ് നമുക്ക് ബെറ്റർ ആയിട്ട് വരാം. ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലൈൻസിൽ ചെറിയൊരു മിസ്സിങ്സ് വന്നിട്ടുണ്ട്, പോയിന്റ് മാറിപ്പോയിട്ടുണ്ട്. അലൈൻ ടൂൾ എടുക്കുക. ഇതാണ് നമ്മളെ അലൈൻ ടൂൾ വരാം. മോഡിഫൈയിൽ അലൈൻ ടൂൾ ഉണ്ട്. ഏത് പൊസിഷൻസിലേക്കാണോ മൂവ് ആവേണ്ടത് അത് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ആവേണ്ട ലൈൻ കൂടി സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. എല്ലാ സമയത്തും നോ തന്നെ കൊടുക്കാം. നോക്കിയേ, ഇവിടെ ഉള്ളത് വേറെ ഫ്ലോറും ഇവിടെ ഉള്ളത് വേറെ ഫ്ലോറും ആണ്. നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്തിട്ട് മെറ്റീരിയൽ കൊടുക്കാം. ഇനിയിപ്പം ഈ ഒരു ഏരിയയിലേക്കും കൂടി ഇതേ ഫ്ലോറിങ് തന്നെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലെവൽ 2ലേക്ക് വരാം, എഡിറ്റ് ബൗണ്ടറിയിലേക്ക് വരാം. എഡിറ്റ് ബൗണ്ടറിയിൽ വന്നതിന് ശേഷം ലൈൻ ടൂൾ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ നമുക്കിതിപ്പോൾ ഫിനിഷ് ആവൂല. ബൗണ്ടറി എന്തുണ്ട്, ഇവിടെ ഇൻ്റർസെക്ഷൻസ് ഉണ്ട്, കറക്റ്റ് പ്രോപ്പർ ക്ലോസിങ്സ് കിട്ടൂല. ഇവിടെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ട്രിം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസും രണ്ടിൽ കൂടി നമുക്ക് ഒരുമിച്ച് പോകുന്ന ലൈനാണ്. ഇവിടെ ട്രിമ്മിങ് എന്ന് പറയുന്നത് ഇപ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് എലമെൻറ്റ് എന്നുള്ള ടൂൾ വെച്ചിട്ട് ഈ ലൈനിനെ 2 ലൈൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇതാണ് നമ്മൾ ട്രിം ഓർ എക്സ്റ്റെൻഡ്. ട്രിമ്മിനും എക്സ്റ്റെൻഡിനും ഒരേ ടൂളാണ് നമുക്ക് വരാം. ട്രിം ഓർ എക്സ്റ്റെൻഡ് ടൂൾ എടുക്കുക, എന്നിട്ട് രണ്ടിനെയും സെപ്പറേറ്റ് ട്രിം ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഫിനിഷ് ചെയ്യുക, നോ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഏരിയയിലും കൂടി നമുക്കിപ്പോൾ ഇവിടെ ഫ്ലോറ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോറിങ്സ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക, വോളായിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വോളായിട്ട് നമുക്ക് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളെ ഫ്ലോർ ക്രിയേഷൻസ് വരാം. ഓക്കെ.
താങ്ക് യു.